മാത, മാ, മേറ്റർ. മാ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലും പല ഭാഷകളിലും അമ്മയുടെ വാക്ക് മാ എന്നാണ്. പിന്നെ ഇതിനകത്ത് മേച്ചർ എന്ന് പറയുന്നത് ഫ്രഞ്ചിലും അതിൽ ഈ ഇതിൽ. അതേമാതിരി ഒരു ഹീബ്രു യൂണിവേഴ്സിറ്റി, ഇസ്രയേലിലെ ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ ഒരു ലേഖനം എഴുതിയത് ഞാൻ 1948 വായിച്ചു. അതെ, ഹിബ്രുവും തമിഴുമായി ബന്ധമുണ്ട്. അതിനങ്ങനെ പറയുന്നത് ഇതാണ്, പിന്നെ തമിഴിൽ അപ്പ അമ്മ, ഫാദർ മദർ. ഹീബ്രുവിൽ എബ്ബ എമ്മ. ഒറിജിനൽ വേർഡ്സ് അതിൻ്റെ അതാണ് ഈ അമ്മ ഇതിൻ്റെ. പിന്നെ അയാൾ പറയുന്ന ഒരു വാക്ക് ഇതാണ്, റൈസ്. റൈസ് എന്ന് തമിഴിൽ അരിശ്. ആ അരിശ് എന്ന് പറയുന്നത് ഹാസ് കം ഫ്രം റൈസ്, അല്ല റൈസ് ഹാസ് കം ഫ്രം അരിശ്. അപ്പോൾ ഇങ്ങനെയുള്ളതുകൊണ്ട് തമിഴ് പണ്ഡിതന്മാർക്ക് ഇത് പഠിക്കാൻ താല്പര്യമില്ല. കാരണം അവർക്ക് പിന്നെ വടക്കേ ഇന്ത്യക്കാരിൽ എതിർക്കണമെങ്കിൽ തമിഴ് ഇന്ത്യയിൽ പൊട്ടി മുളച്ചതാണ് എന്ന് വരുത്തണം. അപ്പോൾ ഞാൻ കഴിയുന്നത് അത് ശ്രീനിവാസ്. അത് മറ്റേ ഇതിനെക്കുറിച്ച് നമ്മുടെ ജേർണലിസ്റ്റിക് ഇതിൽ സാർ എഴുതിയ പുസ്തകത്തിൽ ഈ തീവ്രവാദികളുടെ ഇടയിൽ പോയൊരു സംഭവം എഴുതിയിരുന്നില്ലേ? ഞാൻ ബുക്ക് വായിച്ചത് ഞാൻ ഓർക്കുന്നൊരു ഇല്ലേ, തീവ്രവാദികളുടെ ഇടയിൽ പെട്ടുപോയൊരു സംഭവം ഇല്ലേ? റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് തീവ്രവാദികളുടെ ആണോ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഇടയിലാണോ? റിപ്പോർട്ടിങ്ങിൻ്റെ സമയത്ത് ഒരിക്കൽ അഹമ്മദാബാദിൽ പിന്നെ അത് ഗുജറാത്ത് സ്റ്റേറ്റിന് വേണ്ടിയുള്ള സമരം നടക്കുമ്പോഴാണ് ഒരു വശത്ത് പോലീസുകാർ ഒരു വശത്ത് സമരക്കാർ അതിൻ്റെ ഇടയിൽ ചെന്ന് വെട്ടിയാൻ. ഞാൻ അന്ന് അവിടെ വയലൻ്റ് അജിറ്റേഷൻസൊക്കെ നടക്കുന്ന സമയമാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകടനം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് വന്നതാണ്. അപ്പോൾ അപ്പുറത്ത് പോലീസുകാർ നിൽക്കുകയാണ്, ഞാൻ അവിടെ നിന്നാണ് വരുന്നത്, അതിലേ വരാൻ പറ്റത്തില്ല, പോലീസുകാരനെ മറികടന്ന് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പോയി ഒരു സൈഡ് റോഡിൽ കൂടെ വന്ന്, ആ സൈഡ് റോഡിൽ കൂടെ വന്ന് ഇവ വന്ന് ഇറങ്ങുമ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരു വശത്ത് പോലീസുകാർ മറ്റേ വശത്ത് ഇത് നിൽക്കുന്നു. പിന്നെ ആ സമയത്ത് വയലൻസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇപ്പം ഈ ഭാഷയുടെ കാര്യത്തിൽ ഇവിടെ പഠിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം നമ്മളെ തന്നെ പരിമിതികളാണ്. പിന്നെ ഈ കൊറിയയുമായിട്ടുള്ള ഇത് ആണല്ലോ, കൊറിയക്കാർ 1902 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിലാണ് പറയുന്നത്, ദി കൊറിയൻ ലാംഗ്വേജ് ബിലോങ്സ് ടു ദ ദ്രവീഡിയൻ ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജസ് സ്പോക്കൺ ഇൻ ദി സൗത്ത് ഓഫ് ഇന്ത്യ. അതേമാതിരി ഞാൻ മദ്രാസിൽ യുഎൻഐക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന കാലത്ത് ഒരു ജാപ്പനീസ് പ്രൊഫസർ ഇവിടെ വന്നു. അങ്ങനെ തമിഴ്നാട്ടിലൊക്കെ കറങ്ങി തഞ്ചാവൂരിൽ വെച്ച് പത്രക്കാരെ കണ്ടു. തഞ്ചാവൂരിലെ യുഎൻഐ റിപ്പോർട്ട് അയച്ച റിപ്പോർട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ പറയുന്നത് തമിഴും ജാപ്പനീസ് ഭാഷയും തമ്മിൽ അടുപ്പമുണ്ട്. ഈ തമിഴ് സിനിമകളിൽ രജനീകാന്തിന്റെ സിനിമകൾ ജപ്പാനിൽ ഭയങ്കര ഹിറ്റാണ്. അത് ഈ വെളിയിലൊക്കെ വലിയ ഭാഷയുടെ ഗന്ധമില്ല, അത് ഈ അവരുടെ സിനിമ സ്റ്റൈലില്ല. ജപ്പാനിലാണ് ഭയങ്കര ഫേമസ്. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിനകത്ത് ഒരുപാട് ഇതുണ്ട്. ഈ അയോധ്യയുടെ കഥ വേറെ അറിയാമോ? കൊറിയക്കാരുടെ ഒരു കഥയുണ്ട്. അവരുടെ ഒരു രാജാവ് എന്ന് പറയുന്നത് അയോധ്യയിൽ നിന്ന് വന്ന രാജ്ഞി അയോധ്യയിൽ നിന്ന് വന്നതാണ്. പക്ഷെ ഇതൊന്നും പഠിക്കാൻ അവർ പറയുന്നത് അയോധ്യ ഹിസ്റ്ററി ഒരു വെസ്റ്റേൺ ഔട്ട്ലുക്കിലേക്ക് മാറിയല്ലോ. അല്ല, ആരുടേതായിരുന്നാലും ചരിത്ര പഠനം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ നടത്തുന്നത്. ഞാൻ വേറൊരു ഇത് പറഞ്ഞാൽ, ഞാൻ ഒരു 3 മാസം റോമിലുണ്ടായിരുന്നു. IPS എന്ന് പറയുന്ന ഇൻ്റർപ്രസ് സർവീസ് എന്ന് പറയുന്ന തേർഡ് വേൾഡ് ഏജൻസിയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് 3 മാസം റോമിലുണ്ടായിരുന്നു. അന്ന് ടൈം മാഗസിനിൽ ഒരു വലിയ ലേഖനം വന്നു. അത് ഒരു പുസ്തകത്തിൻ്റെ റിവ്യൂ ആണ്. ഇറ്റലിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ എഴുതിയ ഒരു പുസ്തകത്തിനെ കുറിച്ച് ഉള്ള റിവ്യൂ ആണ്. അത് 3 പേജ് ഉണ്ട് ലേഖനം. അത് ഞാൻ വായിച്ചു. അപ്പം അങ്ങനെ ആ പ്രൊഫസർ
എല്ലാ കൊല്ലവും സമ്മർ പീരിയഡിൽ യൂണിവേഴ്സിറ്റി ബ്രേക്ക് വയ്ക്കുന്ന സമയത്ത് കുറേ പിള്ളേരെയും കൊണ്ട് മെസ്സപ്പൊട്ടോമിയ റീജിയനിൽ പോകും. പഴയ മെസ്സപ്പൊട്ടോമിയ ഇറാഖ് അവിടെ പോകും. അങ്ങനെ പോയതിനാണ് ബിബ്ലിക്കൽ സിറ്റി ഓഫ് ഊർ പഠിക്കാനായിട്ട്. അബ്രഹാമിൻ്റെ സ്ഥലമാണ് ഊർ, അബ്രഹാമിൻ്റെ സ്ഥലമാണ്. അപ്പോൾ ഊറിനെ കുറിച്ച് പഠിക്കാനാണ് അങ്ങനെ അവിടെ പോയത്. അപ്പോൾ ഊർസ് ലിങ്ക്, അതായത് പുസ്തകം മുഴുവൻ ഊർസ് ലിങ്ക് വിത്ത് യൂറോപ്പ്. അതാണ് ഞാൻ അങ്ങനെ പോയി കണ്ടിട്ട് ഞാൻ അങ്ങനെ ഞാൻ ഫോൺ ചെയ്തു, അങ്ങനെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അടുത്ത് ഞാൻ ചോദിച്ചു, ഡിഡ് യു ഗെറ്റ് എനി മെറ്റീരിയൽ about whose contacts with places in the East? അങ്ങനെ അവരിൽ നിന്ന് പഠിക്കുന്ന യൂറോപ്പിൻ്റെ ഇതാണ്. ഞാൻ പറഞ്ഞു അപ്പുറത്ത് ഇതല്ലേ. അപ്പം ഞാൻ ഈ മെസ്സപ്പൊട്ടോമിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഭയങ്കര ഒരു പഴയ സുമേരിയൻ സിവിലൈസേഷൻ്റെ സ്ഥലമാണത്, മനസ്സിലായില്ലേ? ആൻഡ് സുമേരിയൻ സിവിലൈസേഷൻ്റെ കാലത്ത് ഇന്ത്യയിൽ വികസിത സിവിലൈസേഷനുണ്ട്. അപ്പോൾ ഈ സിവിലൈസേഷൻസ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ കോൺടാക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അതാണ് ചോദിക്കുന്നത്, ഡിഡ് യു ഫൈൻഡ് എനി മെറ്റീരിയൽ ഇപ്പോൾ കോൺടാക്ട്സ് വിത്ത് പ്ലേസസ് ഇൻ ദ ഈസ്റ്റ്? ഹി സെഡ് നോ. പിന്നെ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, അങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ച് എന്തെങ്കിലും മെറ്റീരിയൽ കിട്ടിയാൽ തന്നെ അത് മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ല. കാരണം ഇന്ത്യൻ സിവിലൈസേഷൻ ഓഫ് ദാറ്റ് പീരിയഡിനെ കുറിച്ച് അറിയില്ല. ഹി വാസ് നോട്ട് വെരി നോളജബിൾ അബൌട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല, വലുതായിട്ട് അങ്ങനെ കേട്ടു കാണും, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് പഠിക്കാൻ ഹി വാസ് റിയലി നോട്ട് ക്വാളിഫൈഡ്. ഹിസ് ഇൻട്രസ്റ്റ് വാസ് ഓൺലി കോൺടാക്ട് ടു യുവർ. ഹി വാസ് നോട്ട് കോൺടാക്ട് ടു ദീസ്. അപ്പം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുകൊണ്ടാണ് നമുക്ക് ഇതൊന്നും കിട്ടാത്തത്. പിന്നെ കൊളോണിയൽ ഇൻട്രസ്റ്റാണ് നമ്മൾ ഗവേഷണത്തിനെയും എല്ലാം എപ്പോഴും പോളിസി ചെയ്യുന്നത്. അത് തന്നെ ഈ സായിപ്പന്മാരാണ് കണ്ടുപിടിച്ചത്, ഇന്ത്യക്കാരല്ല. അതിനെ പിന്തുടർന്ന് കൂടുതൽ കണ്ടുപിടിക്കാനും നമ്മൾ ശ്രമിച്ചിട്ടില്ല. അതിനെ നമ്മൾ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കൂടുതൽ കണ്ടെത്താൻ കഴിയും, സായിപ്പ് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഈ ജപ്പാൻകാരെ പ്രൊഫസർ പറഞ്ഞു ഞാൻ തിരിച്ചു വരുമ്പോൾ പഠിക്കാമായിരുന്നു. അദ്ദേഹം വന്നോന്ന് എനിക്ക് അറിയില്ല, പക്ഷെ വന്നാൽ തന്നെ പ്രായമൊക്കെ ഒരുപാടുള്ളതാണ്. പിന്നെ വേറൊന്ന്, അവിടെ ജപ്പാനിലെ ഭാഷയുടെ ഗ്രാമർ ഉണ്ടാക്കിയത് ഇന്ത്യക്കാരാണ് എന്നാണ് അവരുടെ വിശ്വാസം. അത് ബുദ്ധമതത്തോടുകൂടി വന്നതാണ്. അവർക്ക് ബുദ്ധമതം കിട്ടി, അതിനുശേഷം ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു ബുദ്ധിസ്റ്റാണ് അവർക്ക് അവരുടെ ഭാഷയ്ക്ക് ഒരു ഗ്രാമർ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാളുടെ ഗ്രാമർ ഉണ്ടാക്കിയാൽ അത് ഇന്ത്യയിലെ ഗ്രാമറായിരിക്കും. അങ്ങനെയൊക്കെ അറിയാത്ത ഗ്രാമർ ഉണ്ടാക്കൂ. അപ്പോൾ ജപ്പാൻ ഭാഷയിൽ ഇന്ത്യൻ സ്വാധീനമുണ്ട്. അത് എങ്ങനെയാണ് വന്നതെന്നുള്ളത് വിശദമായി പഠിച്ചാലേ അറിയാവൂ. പക്ഷേ ഈ ഭിക്ഷു കൊണ്ടുപോയി, ബുദ്ധൻ കൊണ്ടുപോയി, ബുദ്ധ മതാനുയായികൾ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാം. പക്ഷെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത് അവരുടേതായിട്ട് അവകാശം, മനസ്സിലായി? കാരണം നമുക്കറിയില്ല മറ്റതിനെ കുറിച്ച്. ഈ സംസ്കൃതത്തിൻ്റെ സായിപ്പ് പഠിച്ചു, എല്ലാവരും പൊട്ടി കോഴിച്ചു, നമുക്കറിയാം. പക്ഷേ ഇത് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്കറിയില്ല. പിന്നെ വേറൊരു തെറ്റിദ്ധാരണ, ഭാഷ ബുദ്ധമതത്തിൻ്റെ അതുമായിട്ടൊരു ബന്ധവുമില്ല. ബുദ്ധമതത്തിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ പാലിയിലാണ്. അങ്ങനെയൊക്കെ ഈ പാലി എന്ന് പറയുന്ന ഭാഷ ചൈനയിൽ ബുദ്ധിസ്റ്റ് ഇൻഫ്ലുവൻസ്, മംഗോളിയ, ചൈനയിലൊക്കെ ഭയങ്കര ബുദ്ധിസ്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നല്ലോ. കൺഫ്യൂഷ്യസിൻ്റെ ഇത് ഉണ്ട്. അതുകൂടാതെ കുറിച്ച് പറഞ്ഞില്ലേ, അതൊന്നും ആർക്കും അറിയുന്ന സാധനമല്ല. ഇപ്പോൾ ഓടയിൽ നിന്നുള്ളൊരു സിനിമയിൽ സത്യൻ അഭിനയിച്ച കഥ പറഞ്ഞതേ ഞാൻ ഈ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. സത്യൻ്റെ നമുക്ക് ചില ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ട്. വി ആർ നോട്ട് ഏബിൾ ടു സ്റ്റഡി. അതല്ലെങ്കിൽ മദ്രാസ് സർവകലാശാലയാണ് ഇത് ചെയ്യേണ്ടത്. തമിഴിൻ്റെ ലിങ്ക്സ് വിത്ത് അതർ ലാംഗ്വേജസ് അവരൊക്കെ ചെയ്യാൻ പറ്റില്ല.
കാരണം അത് ദ്രവീഡിയൻ രാഷ്ട്രീയത്തിൻ്റെ താല്പര്യത്തിനെതിരാണ്. അങ്ങനെ അല്ല, അതും പറയുന്നതിൽ അക്കാഡമിക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. അത് ഇവിടെ ഇന്നത്തെ സാഹചര്യത്തിൽ എളുപ്പമല്ല. അവർ സമ്മതിക്കില്ല. ഇപ്പം ഇവിടെ പഠനം നടത്തി പല വസ്തുതകൾ കണ്ടുകെട്ടി അപ്പോഴാണ് മൗര്യ വരുന്നത്. അതിൻ്റെ അവിടെ ഇരുന്ന ഇതിൻ്റെ നേതൃത്വം കൊടുത്ത മനുഷ്യനെ ആദ്യം ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ അവരുടെ ലീഡർഷിപ്പ് കൊടുക്കാൻ ആളില്ല. പിന്നെ അത് കഴിഞ്ഞ് ചൈനയുടെ ഫണ്ടിങ് നിർത്തി, ആ പഠനം നിർത്തി. കാരണം ഈ ഗോസ്വാമികൾക്ക് തമിഴിൻ്റെ പുരാണ ചരിത്രം അന്നേർത്തിയത് കൊണ്ടുവരാൻ ഒരു താല്പര്യമില്ല. അവർക്ക് ഹിന്ദിക്ക് വല്ല താല്പര്യം ഇവിടെ ഒരു ഹിന്ദി ഇതുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അവർ കാശ് തരും, ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള പഠിക്കാനുള്ള തടസ്സം നിൽക്കുന്നത്, സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾ. ഇതൊക്കെ ഒരു അക്കാഡമിക് കാര്യമായിട്ട് കാണുകയും അതിനെ ആ തലത്തിൽ സമീപിക്കുകയും ചെയ്യാൻ കഴിയുന്ന സർവകലാശാലകൾക്ക് കഴിയുന്ന സാഹചര്യത്തിൽ ഇവർ ശരിയായ പഠനം നടക്കും. ഇന്ത്യൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇതാണ്, ഹിന്ദി ഇമ്പോസ് ചെയ്യാൻ പോകുന്നു. ഉന്നത വിദ്യാഭ്യാസം ഹിന്ദിയിലാക്കണം. ഉന്നത വിദ്യാഭ്യാസം ഹിന്ദിയിലാക്കിയിരുന്നാൽ അതിനുള്ള മെറ്റീരിയലുണ്ടോ പഠിക്കാൻ? പുസ്തകങ്ങളുണ്ടോ? ഇംഗ്ലീഷിൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുണ്ട്. നിങ്ങൾ ഹിന്ദിയിൽ പഠിപ്പിച്ചിരുന്നാൽ അവർ പറയുന്നത് ഹിന്ദിയിൽ പഠിപ്പിക്കണമെന്നാണ്. അതിനെ കൗണ്ടറായിട്ട് ഇപ്പം ഞങ്ങൾ തന്നെ പറയുന്നത്, പുതിയ കാലത്തെ പഠനങ്ങൾ തെളിയിക്കുന്നത് മാതൃഭാഷയിലാവണം വിദ്യാഭ്യാസം ഉന്നതതലം വരെ എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ മലയാളത്തിൽ കൂടി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം, തമിഴ്നാട്ടിൽ അതിനുള്ള കഴിവ് ഈ ഭാഷകൾക്ക് ഇതുണ്ടോ? അതിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതാണ്. അതായത് ഭാഷയെ വികസിപ്പിക്കുക എന്ന് വെച്ചാൽ എങ്ങനെയാണ് വികസിപ്പിക്കുന്നത്? ഭാഷകൾ തന്നെത്താൻ വികസിക്കുന്ന ആളുകളുടെ വിചാരം. പക്ഷേ ഭാഷകൾ വികസിക്കണമെങ്കിൽ അതിലേക്ക് പുതിയ വാക്കുകൾ വരണം, പുതിയ വൊക്കാബുലറി വികസിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഇതൊന്നും നടക്കുന്നില്ല. വൊക്കാബുലറി വികസിക്കാമെന്ന് വെച്ചിരുന്നാൽ അത് ഇങ്ങനെ കൃത്രിമമായിട്ട് വികസിപ്പിക്കുന്നതല്ല. ആളുകളുടെ ഇടപെടലുകളിലൂടെ നമ്മൾ വേറെ ആളുകളുമായി ഇടപഴകുമ്പോൾ അവരുടെ ഭാഷയിൽ നിന്നുള്ള വാക്കുകൾ നമ്മളിൽ വരും, നമ്മുടെ ഭാഷയിലെ വാക്കുകൾ അവരുടെ ഭാഷയിലോട്ട് പോകും. അപ്പോൾ ഇതൊക്കെ പഠിച്ച് രേഖപ്പെടുത്തുമ്പോഴാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, ഇപ്പോൾ മാതൃഭാഷകൾ പറഞ്ഞില്ലേ, ഇപ്പോൾ പൊതുവേ ഉള്ളൊരു ഇതിലെങ്കിൽ ഈ മറ്റേ യൂറോപ്പിലേക്കും കാനഡയിലേക്കും ന്യൂസിലൻഡിലേക്കും ഓസ്ട്രേലിയയിലേക്കൊക്കെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക കുട്ടികളൊക്കെ. അപ്പോൾ ആ സമയത്ത് അവരോട് മലയാളം പഠിക്കാൻ പറഞ്ഞാൽ എത്ര കുട്ടികൾ മലയാളം പഠിക്കാൻ തയ്യാറാവും? അവർക്കൊരു ഫോറിൻ ലാംഗ്വേജ് പഠിച്ച് അവർക്കൊരു തരത്തിൽ ഒരു ഇൻ്റർനാഷണൽ തരത്തിലുള്ള എക്സ്പോഷർ കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിലനിൽക്കണമെങ്കിൽ അത് ആളുകൾക്ക് ഗുണപ്രദമാകണം. ഞാൻ എന്തിനാണ് ഇപ്പോൾ ഞാൻ പലപ്പോഴും നാട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്, ONVയുടെ കവിത വായിക്കാനോ അല്ലെങ്കിൽ തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവൽ വായിക്കാനോ ആളുകൾ മലയാളം പഠിക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കരുത്. അത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും ഗുണം ചെയ്യണം. മലയാളിക്ക് തന്നെയും മലയാളം നിലനിർത്തണമെന്നുള്ള താല്പര്യം ഉണ്ടാകണമെങ്കിൽ അത് അവൻ്റെ ജീവിതത്തിനകത്ത് പ്രതിഫലിക്കണം. അപ്പോൾ അത് അവൻ്റെ സർവകലാശാലയിൽ പോകുന്നു എന്നൊക്കെ ശരി, ഭാഷയ്ക്ക് നിലനിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ അത് പിന്നെ വരുന്ന സ്റ്റെപ്പാണ്. ആദ്യ പടിയെന്ന് പറയുന്നത് ഭാഷയിൽ വിജ്ഞാനം ഉണ്ടാകണം, വിജ്ഞാനപ്രദമായ പുസ്തകങ്ങളുണ്ടാവണം. ഇപ്പോൾ ഇന്ന് വളരെ അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പുതിയ ടെക്നോളജി വന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ലോകത്തുള്ള എല്ലാ അറിവും ഒരുപക്ഷെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ആക്സസ് ചെയ്യാം. എവിടെയെങ്കിലും അതൊക്കെ ഇംഗ്ലീഷിൽ ഉണ്ടാവും. ഇൻ്റർനെറ്റിൽ പോയി നിങ്ങൾക്ക് അത് എടുക്കാം. അപ്പോൾ ഈ ചോദ്യം ഞാൻ കേരളത്തിൽ ഒരിക്കൽ അവിടെ കമ്പ്യൂട്ടർ സാക്ഷരത വർദ്ധിപ്പിക്കുകയും അവർ പിന്നെ കമ്പ്യൂട്ടർ ലിറ്ററസി
പ്രോഗ്രാമൊക്കെ നടത്തിയല്ലോ, ആളുകളെ ഇത് പഠിപ്പിക്കുകയൊക്കെ ചിലപ്പോൾ ഞാൻ ചോദിച്ചാൽ നമ്മളിത് പഠിപ്പിക്കുന്നു ആളുകളെ. അത് വെറുതെ ഒരു ഇമെയിൽ അയക്കാനായിട്ട് വേണ്ടി മാത്രമാണോ നമ്മൾ ചെയ്യുന്നത്? ഒരു മലയാളത്തിൽ ഒരു ഇമെയിൽ അയക്കാനായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു, അത് കൊള്ളാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനു വേണ്ടി മാത്രമാണോ ഇത് ഉപയോഗിക്കുന്നത്? ഈ ഈ ടെക്നോളജി ഒരു വലിയ സാധ്യതയിൽ തുറന്നു തരുന്നത്. ഇത് ഞാൻ ഇപ്പോഴല്ല, 25 അതിൽ കൂടുതൽ മുമ്പാണ് കെൽട്രോണിൻ്റെ ആദ്യകാലത്ത് ഞാൻ അവിടെ അന്ന് കെൽട്രോണിലെ ഇത് പബ്ലിക് റിലേഷൻസ് ആയിരുന്നു ഇവിടുത്തെ. അതെ, നമ്പ്യാർ അവിടെ നിന്ന് ടാറ്റായിൽ നിന്ന് കൊണ്ടുവന്ന ആളാണ്. പിന്നെ ടാറ്റ എസ്റ്റേറ്റിൻ്റെയൊക്കെ ഡയറക്ടറൊക്കെ ആയിരുന്നു. ബലുവല്ല, ദാമു. അപ്പോൾ ദാമു പിന്നെ അന്നാണ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടറാണ്. അത് ടാറ്റായിലായിരുന്നു, ടാറ്റായിൽ നിന്ന് നമ്പ്യാർ കൊണ്ടുവന്നതാണ്. അപ്പോൾ ബാബു വിനോദ് പറഞ്ഞ് ഞങ്ങളുടെ മാഗസിൻ എന്തെങ്കിലും എഴുതിത്തരാണ്, കമ്പ്യൂട്ടർ ഈ കെൽട്രോണിൻ്റെ ന്യൂസ് ലെറ്ററുണ്ട്. അപ്പോൾ ഞാൻ അതിനൊരു ഒരു ലേഖനം കൊടുത്ത ഇതായിരുന്നു. ഞാൻ പറഞ്ഞ് ഈ പുതിയ ടെക്നോളജി നമുക്ക് പല അഡ്വാൻറ്റേജസും തരാൻ കഴിവുള്ള ഒന്നാണ്. അച്ചടിയുടെ കാര്യത്ത് മലയാളവും മറ്റ് ഇന്ത്യൻ ഭാഷകളും ഒക്കെ അവർക്ക് അനുകൂലമായ സാഹചര്യമായിരുന്നില്ല അവർക്ക് കിട്ടിയത്. കാരണം അച്ചടിക്കാനും ഇതുമൊക്കെ കീബോർഡിനുമൊക്കെ അക്ഷരമാല ചെറുതായിരിക്കണം. അവർക്ക് 26 അക്ഷരമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് ഇതൊക്കെ എളുപ്പം ചെയ്യാൻ കഴിഞ്ഞത്. നമ്മുടെ ഭാഷയിൽ കൂട്ടക്ഷരങ്ങൾ ചേർത്തിട്ട് 365 അക്ഷരങ്ങളൊക്കെയാണ് മലയാളത്തിൻ്റെ ഇത് അതെന്തോ 56 അതും പിന്നെ കൂട്ടക്ഷരങ്ങളുള്ള ചേർന്ന് കഴിയുമ്പോൾ 300 സംതിങ് വരും. മനസ്സിലായി? അപ്പോൾ പിന്നെ ഇതൊണ്ടാക്കാൻ പറ്റില്ല, ലൈനോ ടൈപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ പ്രിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ പിന്നിലാവുന്നു. ജപ്പാൻകാർക്കും ആ പ്രശ്നം ഉണ്ടായിരുന്നു. അവരുടെ ഭാഷ ഇതിനേക്കാൾ പ്രശ്നമില്ലേ? ഇപ്പോൾ ഇന്ത്യ ഇംഗ്ലീഷ് മറ്റേ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഇംഗ്ലീഷിൽ ഒരു ഇതുണ്ടായി. ഇപ്പോൾ ടെക്നോളജിയുടെ കാര്യത്തിലും ഇന്ത്യക്കാരായിട്ടുള്ള പ്രൊഫഷണൽസിനാണ് അമേരിക്കയിലും സിലിക്കൻ വാലിയിലൊക്കെ പ്രാധാന്യമുള്ളത്. ചൈനക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ബോധപൂർവ്വം ശ്രമം നടന്നെങ്കിലും ഇന്ത്യക്കാർ പഠിച്ച പോലെ ഇംഗ്ലീഷ് അവർ പഠിച്ചില്ല. പക്ഷേ ഇവിടുത്തെ ആളുകൾക്ക് ഒരു ചുക്കും ഇതിനകത്ത് താല്പര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഗൂഗിളിൽ അവരാണെങ്കിൽ ഇതിനകത്തൊരു ലീഡിങ് ആക്ടർ. അവർക്ക് ഇന്ത്യയിലെ ഭാഷകളിലെ പഴയ സാഹിത്യം, പുതിയ ഇതല്ല, ഇപ്പോൾ എഴുതുന്ന നോവലുകളല്ല, ഏൻഷ്യൻ ലിറ്ററേച്ചർ, അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ താല്പര്യമുണ്ടായി. പക്ഷേ അവിടേക്ക് ഇരിക്കുന്ന പിള്ളേർക്ക് അവർ കമ്പ്യൂട്ടറിൽ ഇതൊക്കെ പഠിച്ച് അവർ പോയി അവരുടെ ഗൂഗിളിൽ ജോലി കിട്ടിയതാണ്. അവരെ കിട്ടുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് എല്ലാം ഡെവലപ്പ് ചെയ്താണ്, എല്ലാ ഭാഷകളിലും ചെയ്തോളാൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഏതാണ് എഴുത്ത് അപ്ലോഡ് ചെയ്യുന്നതെന്ന് അറിയില്ല. മലയാളത്തിലെ പ്രാചീന ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ടതൊക്കെ ഏതാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു വഴിയിൽ എന്നെ കോൺടാക്ട് ചെയ്തു. പിന്നെ മറ്റ് ഒരു ഇത് കൂടി അയാൾക്ക് ബന്ധപ്പെട്ടപ്പോഴാണ് അയാൾ പറഞ്ഞത്, ഞങ്ങൾക്ക് ഗൂഗിൾ ഈസ് വില്ലിങ് ടു പേ ദി മണി, സ്പെൻഡ് ദ മണി. നാട്ടിലുള്ള ഒരു കാര്യം ചിലവാക്കാനില്ല, ഞങ്ങളിത് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ എന്താണ് എഴുത്ത് അപ്ലോഡ് ചെയ്യുന്നതെന്ന് അറിയാവുന്ന ആരെങ്കിലും പറയുക. ഞാൻ പറഞ്ഞു എനിക്കതിനുള്ള അറിവ് ധാരാളം എനിക്കില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, എഴുത്തുകാരെടുത്തൊന്ന് സംസാരിക്കാം. ഞാൻ സി രാധാകൃഷ്ണനടുത്ത് പറഞ്ഞു, കോൺടാക്ട് ചെയ്യാനെടുത്ത് പറഞ്ഞു. വേറെ ഈ 1-2 എഴുത്തുകാർ സി രാധാകൃഷ്ണൻ അവരെയൊക്കെ കോൺടാക്ട് ചെയ്തത്. ഞാൻ പറഞ്ഞു ഇത് യൂണിവേഴ്സിറ്റീസാണ് ചെയ്യുന്നത്, ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ എല്ലാവർക്കും താല്പര്യം. ഇവർ സർക്കാർ ചെയ്യുകയാണെങ്കിൽ സർക്കാർ ഫണ്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഗൂഗിൾ ഹാസ് പുട്ട് ട്രാൻസ്ലേഷൻ ഓൺലൈൻ. അത് നല്ല താല്പര്യമല്ല, കാരണം ഇത് ചെയ്യുന്നവർക്ക് അത്ര അറിവേ ഉള്ളൂ.
പക്ഷേ അവർ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുക ഇപ്പോഴും. പക്ഷെ അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ ആളില്ല. നമ്മുടെ സർവകലാശാലകൾ അവരുമായിട്ട് സഹകരിച്ച് ചെയ്തിരുന്നെങ്കിൽ ഇതിന് മുമ്പ് നല്ലൊരു ട്രാൻസ്ലേഷൻ വരും. നല്ല സൈമൾട്ടേനിയസ് കമ്പ്യൂട്ടർ ട്രാൻസ്ലേഷൻ ഉണ്ടായാൽ ഇംഗ്ലീഷിൽ പ്രാപ്യമായ ഇംഗ്ലീഷിലൂടെ നമുക്ക് പ്രാപ്യമായ എല്ലാ അറിവും നിമിഷ നേരം മലയാളത്തിൽ വരും. ഓട്ടോമാറ്റിക് ട്രാൻസ്ലേഷൻ. ഇതാണ് ഞാൻ ദാമുവിന് എഴുതി കൊടുത്ത ലേഖനത്തിൻ്റെ വിഷയം. സർക്കാർ, സർവകലാശാലകൾ ഒക്കെ ഇത് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ഭാഷകൾ കൊണ്ടാകാൻ പോകുന്ന ഒരു അഡ്വാൻറ്റേജ് ഇത് നമ്മുടെ ഭാഷകൾ ഫോണറ്റിക്കാണ്. നമ്മൾ പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. മനസ്സിലായി? ഇംഗ്ലീഷ് അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ SCHOOL എന്ന് എഴുതിയാൽ നിങ്ങൾ സ്കൂൾ എന്ന് വായിക്കും. SCH എന്ന് തുടങ്ങി തന്നെ EGULE ആയ ഷെഡ്യൂൾ എന്ന് വായിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഫോണറ്റിക് അല്ലാത്തൊരു ഭാഷയാണ്. അതിന് കമ്പ്യൂട്ടറൈസ് ചെയ്യുമ്പോൾ പ്രോബ്ലംസ് കൂടുതലാണ്. മനസ്സിലായില്ലേ? അതേസമയം ഈ മോഡേൺ ടെക്നോളജിയിൽ ഇപ്പോൾ വരുന്നത് മൊബൈലിൽ ഇതിലൊക്കെ നിങ്ങൾക്ക് ഡിക്റ്റേറ്റ് ചെയ്താൽ മതിയല്ലോ. അത് ഇപ്പോൾ നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് എഴുതി തരുന്ന സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ മലയാളം മാതിരിയുള്ള ഫോണറ്റിക്കായിട്ടുള്ള ഒരു ഭാഷ അതിന് ഒരു സ്വാഭാവികമായ അനുകൂല സാഹചര്യമാണ്. അത് യൂസ് ചെയ്യണം. അതൊന്നും ചെയ്യാതെ നമ്മൾ ഇത് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചൊക്കെ വിവരമുള്ളവരുണ്ടെങ്കിലല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്നുമില്ല സർക്കാരും യൂണിവേഴ്സിറ്റിയും ഒക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞങ്ങളിത് ചെയ്യാം എന്ന് പറഞ്ഞ് ഗൂഗിളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ പോലും അവരെ സഹായിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. അതെ അതെ. സാറിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴേ ഇപ്പോൾ ഭാഷയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. സാറിൻ്റെ ഒരു ജേർണലിസ്റ്റിക് ഇതിൽ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു 3-4 സംഭവങ്ങൾ പറയുകയാണെങ്കിൽ എസ്റ്റാബ്ലിഷ്. പിന്നെ കമ്മ്യൂണിക്കേഷനിലുള്ള ഒരു കാര്യം തന്നെ ശരിയാണ്. നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഭാഷ, നിങ്ങളുടെ ഭാര്യയുടെ സംസാരിക്കുന്ന ഭാഷ, ഇത് രണ്ടും ഒന്നാണോ? അല്ല. ബിക്കോസ് ആരോടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ സ്നേഹിതരുടെ അടുത്ത് പറയുന്ന ഒരു ഭാഷയുണ്ട്, എൽഡേഴ്സിൻ്റെ അടുത്ത് പറയുന്ന ഒരു രീതിയുണ്ട്, ഇതേമാതിരി കാമുകിയുടെ അടുത്ത് പറയുന്ന ഒരു ഭാഷയുണ്ട്. അപ്പോൾ എഴുതുമ്പോൾ യു മസ്റ്റ് ഹാവ് സം ഐഡിയ ഓഫ് ഹൂ ഈസ് the person you are trying to communicate with. What is the kind of language which is appropriate to communicate with this person? അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ആ മലയാള പുസ്തകം ഇംഗ്ലീഷാക്കണമെന്ന് പറഞ്ഞതിനകത്ത് ഒരുപാട് ആളുകൾ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്കത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിക്കുന്നതിനകത്ത് താല്പര്യമില്ല. കാരണം ഞാനത് അതാണ് എൻ്റെ ഒരു പിന്നെ അത് പിന്നെ അതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ സാധാരണ പത്രഭാഷയല്ല. ഒരു ക്ലാസിക്കൽ ടച്ച് കൊടുക്കാൻ ഞാൻ ശ്രമിച്ചു വന്ന്. അതായത് ഇങ്ങനെ കാലാകാലങ്ങളായി രാത്രികളിൽ ഇങ്ങനെ മനുഷ്യനെ മാടി വിളിച്ചു കൊണ്ടിരുന്ന ചന്ദ്രനിൽ മനുഷ്യനെത്തിയതാണ് പറയും. അത് ഒരു ലിറിക്കൽ ക്വാളിറ്റി. ബിക്കോസ് ഇതൊരു സ്പെഷ്യൽ ഒക്കേഷനാണ്. ദിസ് ഒക്കേഷൻ ദിസ് ഡിമാൻഡ്സ് എ ന്യൂ ലാംഗ്വേജ്. അപ്പം ഞാൻ അന്ന് ശ്രമിച്ചത് UNA-യിൽ ആ ഇതെന്ന് വെച്ചാൽ ഞാൻ അന്ന് ഇത് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഞാൻ ശ്രമിച്ചത് ഒരു തരം ബിബ്ലിക്കൽ ഭാഷയുടെ ക്വാളിറ്റി കൊണ്ടുവരാം. ബിക്കോസ് ഇതൊരു കാലാന്തര സംഭവമാണ്. എല്ലാ കാലത്തും മനുഷ്യനുള്ളിടത്തോളം കാലം ജനലിൽ ഇറങ്ങിയത് ചർച്ച ചെയ്യപ്പെടും.
അല്ല അതൊരു ഒരു എപ്പോക്ക് ആണ്, ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ അതിന് അനുയോജ്യമായ ഒരു ഭാഷ എന്താവാം എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ബിബ്ലിക്കൽ ഭാഷ എഴുതാൻ കഴിയുമോ. അങ്ങനെ എഴുതിയെന്നൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല, പക്ഷേ അതിൻ്റെ ഭാഷ വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പിള്ളേരുടെയൊക്കെ ഞാൻ പറയുന്നത്, ഞാൻ പിള്ളേരുടെയൊക്കെ പറയുന്ന ഒരു കാര്യം ഇതായിരുന്നു, നിങ്ങൾ എഴുതുന്നത് കാലത്തെ പത്രമുതലാളി വായിച്ച് രസിക്കാനല്ല, പത്രം വായിക്കുന്ന ആൾ വായിച്ച് രസിക്കാനാണ്. നിങ്ങൾ ജോലി ചെയ്യുന്നത് പത്രമുതലാളിക്ക് വേണ്ടിയാണ്, അയാളാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. പക്ഷേ നിങ്ങൾ എഴുതുന്നത് അയാൾക്ക് വേണ്ടിയല്ല. അപ്പോൾ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ അൾട്ടിമേറ്റ് മാസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് യുവർ എംപ്ലോയർ, ഇറ്റ് ഈസ് ദ ഹീലർ, അല്ലെങ്കിൽ യുവർ വ്യൂവർ. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതിപ്പോൾ നമ്മുടെ ജേർണലിസത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ മാത്രമില്ലേ, എനി കമ്മ്യൂണിക്കേഷൻ, അപ്പോൾ എഴുത്തുകാരൻ ലിറ്റററി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തന്നെയും തീമിൻ്റെ അടിസ്ഥാനത്തിലും വായനക്കാരെ കുറിച്ചുള്ള കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഭാഷ നിശ്ചയിക്കേണ്ടത്. അതാണ് എൻ്റെ ഒരു അല്ലല്ല അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. ഞാൻ അല്ല പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം മോഡിക്ക് ഞാൻ ആകെ വിചാരിക്കുന്നത്, മോഡി വുഡ് ലൈക്ക് ടു ബി ദ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് ജവഹർലാൽ നെഹ്റുവിനെ പോലെ ലോകം അറിയുന്ന, ലോകം ആരാധിക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ടാണ് ഈ G20 പ്രസിഡൻ്റായി ഞാനൊന്നും പറഞ്ഞ് വിളിച്ച് നടക്കുന്നത്. G20 എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനാണ്. അവിടുത്തെ അങ്ങനെയുള്ള ഓർഗനൈസേഷൻ്റെ മെമ്പർഷിപ്പിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഓൾ ആർ ഈക്വൽ. വലിയ രാജ്യമുണ്ടാവാം, ചെറിയ രാജ്യമുണ്ടാവാം, പക്ഷേ സംഘടനയിൽ എല്ലാവരും തുല്യരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടനയിൽ റൊട്ടേഷനിലൊക്കെയാണ് വരുന്നത്. ചിലപ്പോൾ അല്ലാതെയും വരും. ഇപ്പോൾ G20 റൊട്ടേഷനിലല്ല. റൊട്ടേഷനിലാകുമ്പോൾ സാഹചര്യം എന്നറിയോ, ആൽഫബറ്റിക്കൽ ഓർഡർ. ഇപ്പോൾ സാർക്ക് രാജ്യങ്ങൾ, നമ്മളെ 10 രാജ്യങ്ങളാണ് ഉള്ളത്, അവരുടെ ആൽഫബറ്റിക്കൽ ഓർഡറാണ് വരുന്നത്. അങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എനിക്ക് പിടിയിട്ടില്ല ഇതുവരെ. ഈ G20 അവയെ ഗ്രൂപ്പ് തിരിച്ചിട്ട് കൂടിയാണ്. അതായത് സോണൽ 5 ഗ്രൂപ്പായിട്ട് രാജ്യങ്ങളെ വെച്ചത്. അപ്പോൾ ഒരു ഗ്രൂപ്പ് കഴിഞ്ഞാൽ അടുത്ത ഗ്രൂപ്പിൽ അങ്ങനെ 5 ഗ്രൂപ്പിലും വരും. അപ്പോൾ ഓരോ ഗ്രൂപ്പിനകത്തും മുറ വരും. ഈ ഗ്രൂപ്പിൻ്റെ ചരിത്രത്തിൽ ആ രാജ്യം അങ്ങനെയാണ്. അതൊരു പക്ഷേ ആൽഫബറ്റിക്കലാവും, എനിക്കറിയില്ല. അപ്പം ഇങ്ങനെയുള്ള ഇതാണ്. അതിനകത്ത് എത്രാമത്തെ ചൈൽഡായിട്ടാണ് ഇന്ത്യ വരുന്നത്? ആകെ 20 മെമ്പേഴ്സ്, അതിൽ 1 രാജ്യമല്ല, യൂറോപ്യൻ യൂണിയനാണ്. ബാക്കി 19 രാജ്യങ്ങളാണ് അതിനകത്ത് കൺട്രി മെമ്പേഴ്സ്. ആ 19-ൽ 18ാമത്തെ ശ്രേണിയിലാണ് നമുക്ക് കഴിയുന്നത്. എന്നിട്ട് ഞാൻ ലോകത്തിൻ്റെ പ്രസിഡൻ്റായെന്ന് വിളിച്ചത് നടക്കുന്ന വല്ല കാര്യമില്ല. 19 രാജ്യങ്ങളുള്ളതിൽ 18ാമത് നമുക്ക് ചാൻസ് കിട്ടി. അത് ഒരു കൊല്ലത്തേക്ക്. അടുത്ത കൊല്ലം ഇനി 19 ഒരാളെ ഉള്ളൂ ബാക്കി. അത് സൗത്ത് ആഫ്രിക്കയാണ്. അടുത്ത പ്രസിഡൻറ്റ് സൗത്ത് ആഫ്രിക്കയാണ്. അതിൻ്റെ ഇടയിൽ എന്നത് എല്ലാവരും ലോക പ്രസിഡൻ്റാക്കി എന്ന് വിളിച്ച് നടക്കുന്നതൊക്കെ ആളുകൾക്ക് ചിരിക്കും. വെളിയിലുള്ള ആളുകളൊക്കെ ചിരിക്കും. എന്തുകൊണ്ടാണ് മോഡി അത് ചെയ്യുന്നത്? മോഡി ആദ്യം തൊട്ട് വെളിയിൽ നിന്നുള്ള ആളുകളുടെ അക്സെപ്റ്റൻസ്, അമേരിക്കയിലും അവരൊക്കെ പോയി കാശിയിലുമാക്കി, അവിടെ സെൻട്രൽ പാർക്കിൽ അത് ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി, ഇതൊക്കെ അതിലാണ്. അതേസമയം പിന്നെ അപ്പോൾ നെഹ്റുവിൻ്റെ ഒരിതാണ്, നെഹ്റുവിന് ഇന്ത്യ എന്നൊരു ശക്തിയേ ഇല്ല. ഇന്നാണെങ്കിൽ ഇന്ത്യ ഈസ് എക്കണോമിക് പവർ, 3ാമത്തെയോ 4ാമത്തെയോ എക്കണോമിക് പവറാണ്. അന്ന് നമ്മൾ
ആദ്യത്തെ 10-നകത്ത് കഷ്ടിച്ച് കയറാൻ പറ്റത്തില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് നെഹ്റു ഇത് വന്നത്. എന്താണ് അത്? മിലിറ്ററി പവറിൻ്റെ പുറത്തല്ല, എക്കണോമിക് പവറിൻ്റെ പുറത്തല്ല, അത് ഒരു ഐഡിയലിൻ്റെ പുറത്താണ്. ഇന്ത്യ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതിൻ്റെ ഇതിനകത്തും ഒക്കെ. ഇപ്പോൾ നെഹ്റുവിൻ്റെ ജീവിച്ചിരുന്ന സമയത്താണ് കെന്നഡി വരുന്നത്. കെന്നഡി ഐക്യരാഷ്ട്രസഭയിൽ ചെന്ന് പ്രസംഗിച്ചു ആദ്യത്തെ കൊല്ലം. ആ പ്രസംഗത്തിനകത്ത് ഒരു ഭാഗത്താണ് നെഹ്റു കെന്നഡി ഹാസ് എ വെരി ഫാന്റാസ്റ്റിക് സ്പീച്ച് തോന്നിട്ട് അങ്ങനെ പുസ്തകമൊക്കെ ഒരുപോലെ എഴുതുന്നതാണ്. അപ്പോൾ കെന്നഡി അവിടെ നടത്തിയ പ്രസംഗം ആദ്യം അതിനകത്ത് പറയുന്നത് UN പോഡിയത്തിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം അവിടെ നിൽക്കുന്നത് ഇതിന് മുമ്പ് ഇവിടെ നിന്ന് സംസാരിച്ച മഹാന്മാരെക്കുറിച്ചാണ്. വിൻസ്റ്റൺ ചർച്ചിലിനെ കുറിച്ച് അയാൾ വലിയ റെറ്റോറിക്കൽ സ്കില്ലൊക്കെ. എന്നുവെച്ചാൽ അതിൻ്റെ ഇടയിൽ നെഹ്റുവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ജവഹർലാലിനെ കുറിച്ച് പറയുന്നത് അവർ പറയുന്നത് എന്താണ്? ദിസ് ഹൗസ് വിച്ച് ഹേർഡ് ദി സോറിങ് ഐഡിയലിസം ഓഫ് ജവഹർലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ ഐഡിയലിസത്തെ കുറിച്ചാണ്, അതാണ് ഇമ്പ്രസ് ചെയ്യുന്നത്. അല്ലാതെ പിന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്നു, അല്ലെങ്കിൽ ഐഡിയലിസം. ആ ഐഡിയലിസം കൊണ്ടല്ലേ അന്ന് പിന്നെ അന്നത്തെ പല യുദ്ധങ്ങളും നിർത്തിയ ഇന്ത്യയില്ലേ. കൃഷ്ണമേനോൻ പോയി ഫോർമുല ഉണ്ടാക്കും, അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ വലിയൊരു ഫോർമേഷൻ ആയിരുന്നു. അതുകൊണ്ട് നെഹ്റു ഒരിക്കലും ഒരു ചൈനയിൽ നിന്ന് ഒരു അറ്റാക്ക് വരുമെന്ന് നെഹ്റു പ്രതീക്ഷിച്ചില്ല. ഈ നമ്മുടെ കേരളത്തിൽ ഇത് വരുമ്പോഴേ സാറിപ്പോൾ ഇപ്പോഴും ഇവിടുത്തെ നേതാക്കന്മാർ ഇപ്പോൾ ജനം മുഴുവൻ പിള്ളേരൊക്കെ പുതിയ തലമുറയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. കേരളത്തിലെയും ശരിക്കും പറഞ്ഞാൽ സിംഗപ്പൂരിനെയൊക്കെ വെല്ലുന്ന തരത്തിലേക്കൊക്കെ പോകാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അഗ്രികൾച്ചറിന്റെ കാര്യത്തിൽ, വ്യവസായത്തിന്റെ കാര്യത്തിലൊക്കെ ഒന്നുമില്ലെങ്കിൽ ടൂറിസം അതുപോലെയുള്ള മേഖലകളിലൊക്കെ ഈ നേതാക്കൾക്ക് ഐഡിയലിസം കൂടിയിട്ടേ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള സെൻസ് പറഞ്ഞു പോയി. AK ആന്റണി EMS എന്ന് പറയുന്ന മനുഷ്യൻ എന്താണ് ചെയ്തത് നിങ്ങൾ പറയൂ. EMSനെ കുറിച്ച് വലിയ ഇത് പറയുന്നുണ്ട് നമ്മൾ. EMSൻ്റെ സംഭാവനകൾ നോക്കൂ. ഇന്ത്യക്കോ കേരളത്തിനോ EMSൻ്റേത് എന്ന് പറയാവുന്ന എന്താ സംഭാവന? അങ്ങനെ നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരുന്നു. എഴുതി എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണെന്നുള്ള ധാരണ വായനക്കാരിലുണ്ടാകുന്നു. അതല്ലെങ്കിൽ അതൊരു ഊതി വീർപ്പിച്ച ബലൂണാണ്. അതൊരു സവർണനായതുകൊണ്ട് എളുപ്പമാണ് ഊതി വീർപ്പിച്ച് വലുതാവാനായിട്ട്. EMS നമ്പൂതിരിപ്പാട് കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ഒരു വാചകം പറഞ്ഞു, വേണ്ടി വന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ ഇനിയും ആയുധമെടുക്കുന്നു. കരുണാകരനൊരു പ്രതികരിച്ച് പറഞ്ഞത് എന്താണെന്നറിയാമോ? കമ്മ്യൂണിസ്റ്റുകാർ ആയുധം എടുത്ത കാലത്ത് അത് തൊഴാതിരുന്നയാളാണ് EMS. അത് യഥാർത്ഥത്തിൽ കരുണാകരൻ പറഞ്ഞത് ശരിയല്ല. ആ കാലഘട്ടത്തിൽ ഒരു തോക്ക് വാങ്ങിക്കുകയും അത് ഉപയോഗിക്കാൻ പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്ത ആളാണ് EMS. പക്ഷേ AKG പങ്കെടുത്തൊരു റാലിയിലെ AKG അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ EMS ആണ് നയിക്കുന്നത്. ഞാൻ ഈ സംഭാവനകൾ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അദ്ദേഹം ആദ്യത്തെ മുഖ്യമന്ത്രിയായി കേരളത്തിൽ. ആദ്യത്തെ മുഖ്യമന്ത്രി ആയത് എന്തുകൊണ്ടല്ല പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പറാണോ എന്ന് തീരുമാനിച്ചു. രംഗത്തെ മാറ്റവും കൊണ്ടുവന്നത് മൂലം താഴേക്കടയിലുള്ള ആൾക്കാർക്ക് പഠിക്കാൻ പറ്റി. കേരളത്തിലെ ഭൂപരിഷ്കരണം എങ്ങനെയാണ് ഉണ്ടായതെന്ന് ആരായിരുന്നു അത് കൊണ്ടുവന്നത്? ഞാൻ നിയമസഭയിൽ ആരും കൊണ്ടുവന്നുള്ളതല്ല, നിയമസഭയിലെ ഗൗരിയമ്മയാണ് കൊണ്ടുവന്നത്. അതൊരു ക്യാബിനറ്റ് ഡിസിഷനാണ്. ആ ക്യാബിനറ്റ് ഡിസിഷൻ മുമ്പേ ഒരു പാർട്ടി ഡിസിഷനുണ്ട്. ആ പാർട്ടി ഡിസിഷൻ എടുക്കുന്നതിന് ഒരു കമ്മിറ്റികളുടെ ചർച്ചകളൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ EMSനേക്കാൾ വലിയ പങ്ക് വഹിച്ചത് വെളിയം ഭാർഗവനൊക്കെയാണ്, അന്നത്തെ ചെറുപ്പക്കാരായ MLA മാർ.
പക്ഷേ അതിൽ ക്രെഡിറ്റ് പോയിരിക്കുന്ന അന്നത്തെ മുഖ്യമന്ത്രിയും അന്ന് സംഭവിച്ചതെന്താണ്, പിന്നെ ഈ TV തോമസ് വരരുതെന്ന് MN ഗോവിന്ദൻ നായർക്ക് ആഗ്രഹമുണ്ട്. തിരുവിതാംകൂർ കൊച്ചിയാണ് അതിന് മുമ്പുള്ളത്. തിരുവിതാംകൂർ കൊച്ചിയിലെ അവസാനത്തെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാണ് TV തോമസ്. ആ നിലയ്ക്ക് TV തോമസാണ് ഇത് കിട്ടുമ്പോൾ പരിഗണിക്കപ്പെടേണ്ട ഒരാൾ. സമ്മതിച്ചില്ല. MN താല്പര്യമില്ലായിരുന്നു. MN സെക്രട്ടറിയാണ് പാർട്ടി. അതിനെക്കുറിച്ച് ചന്ദ്രശേഖരൻ നായരൊക്കെ പറഞ്ഞിട്ടുണ്ട്. TVയെ കുറിച്ച് MN അവകാശപ്പെടുന്നില്ല MN പോയാൽ കൊണ്ടുവന്നതെന്നൊക്കെ. പക്ഷേ അതിനകത്തുള്ള ഒരു ഇതെല്ലാം വെച്ചാൽ പാർട്ടി ഒരു തീരുമാനം എടുക്കുന്നത് പോളിറ്റ് ബ്യൂറോ മെമ്പർ അവൈലബിൾ ആകുമ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പർ വയ്ക്കണം. അപ്പം എനിക്ക് അതിൻ്റെ ഒന്നുമില്ല. ഞാൻ പറയുന്നത് എത്രയോ കൊല്ലം പിന്നെ അഖിലേന്ത്യാ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ആളാണ് EMS. എന്നിട്ട് എന്ത് സംഭാവന ചെയ്തു എന്ന് പറയൂ നിങ്ങൾ? എവിടെ ഇത് പോയി? ഏത് സമരത്തിലാണ് EMS പങ്കെടുത്തത്? അപ്പോൾ പല സമരങ്ങളിലും പറഞ്ഞാലല്ലോ എനിക്കെല്ലാം അതിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ കയ്യൂർ പോയെന്നോ പോയെന്നോ ഒക്കെ പറയുന്നത്. പിന്നോക്ക വിഭാഗങ്ങളുടെ മുന്നേറ്റത്തിന് പാർട്ടി നടത്തിയ നീക്കങ്ങളിൽ EMS അതിന്റെ തലപ്പത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു അവകാശപ്പെടുന്നത്. EMS ആണ് സംവരണം അട്ടിമറിക്കാൻ ആദ്യം ശ്രമിച്ചത്. EMS ആണ് സാമ്പത്തിക സംവരണം എന്ന ഐഡിയ മുന്നോട്ട് വെച്ചത്. അതിപ്പോൾ പാർട്ടിയുടെ വലുതായമായി പിന്നെ എല്ലാ പിന്നെ പാർട്ടികളുടെയും സൗഹൃദ നേതാക്കന്മാരെ ഗിരി ചെയ്യുന്നൊരു കാര്യമായത്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ആദ്യമായാണ് നിങ്ങൾക്കൊരു ആനുകൂല്യം കിട്ടണമെങ്കിൽ നിങ്ങൾ സവർണനായിരിക്കണം എന്നൊരു നിയമത്തിൽ പറയുന്നത്. ഇക്വാളിറ്റി കളയത്തില്ലേ അവിടെ? മറ്റേ സമ്മേളനത്തിൻ്റെ ഇക്വാളിറ്റി തർക്കത്തിന് ഗവൺമെൻറ് പറഞ്ഞ ന്യായീകരണം അല്ലെങ്കിൽ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന ന്യായീകരണം സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാക്കാം. ഇതിന് എന്താണ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടിയാണെങ്കിൽ അതെന്തുകൊണ്ട് മറ്റുള്ളവർക്ക് നിഷേധിക്കണം? സാമ്പത്തിക സംവരണം ഓക്കെ 10%. ആ 10% അകത്തൊരു ജാതി കൺസിഡറേഷൻ കൊണ്ടുവരുന്നതിനാണ്. കാരണം അവരാണ് യഥാർത്ഥത്തിൽ അത് അർഹിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ പിന്നാക്ക വിഭാഗക്കാർക്ക് ഇതിനകത്ത് ക്രീമി ലെയറും അതും ഇതുമൊക്കെ വന്നിട്ട് 4.5 ലക്ഷം രൂപ വരുമാനമുള്ള കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിലെ പയ്യന് സംവരണം കിട്ടില്ല. പക്ഷേ ആ 4 ലക്ഷം വരുമാനമുള്ള സവർണനാണെങ്കിൽ സാമ്പത്തിക സംവരണം കിട്ടും. അതെന്ത് ജസ്റ്റിസാണ് അതിനകത്ത്? നിങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ബ്രാഹ്മണർക്ക് മാത്രമായിട്ട് പോകുന്നതല്ലേ നായന്മാർക്കായിട്ട്? ഇപ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തെ എങ്ങനെയാണ് സാറിന് തോന്നുന്നത്? ഇപ്പോൾ അവിടെ ഇപ്പോൾ വലിയ ആരോപണങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ്. അല്ല, കേരളത്തിൽ ഒരു പ്രധാന പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് കേരളത്തിൽ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ സാമ്പത്തിക ശക്തികൾ എന്നുള്ളതിൻ്റെ ഒന്നും 3 സങ്കുചിതത്വങ്ങളാണ് കേരളത്തിൻ്റെ ശാപം. അതിൽ 1 ജാതി, 2 മതം, 3 രാഷ്ട്രീയം. ഞാൻ എന്നാ പറയാം. അപ്പം എന്തുകൊണ്ടാണ് ജാതിയെ നമ്മൾ ഒരു ഇതായിട്ട് കണക്കാക്കുന്നത്? അതിനകത്ത് മേൽ കീഴ് ചിന്ത അടങ്ങിയിരിക്കുകയാണ്. ഒരു ജാതി പല ജാതികളോടുള്ള ഒരു കുഴപ്പമില്ല, അവരെല്ലാം ഒരേ തലത്തിലാണെങ്കിൽ. പക്ഷേ ജാതി എന്ന് പറയുമ്പോഴത്തേക്ക് മേൽജാതി കീഴ്ജാതി എന്നുള്ള ഇതുള്ളത്. ഇത്രയും കാലമായിട്ട് ഭരണഘടന വന്ന 75 കൊല്ലമായിട്ടും നമുക്ക് അത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ആളുകൾ, വിവരമുള്ള ആളുകൾ പിന്നെ മേൽജാതികൾ കീഴ്ജാതി എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്.
അത് തന്നെ ഒരു ഇക്വാളിറ്റി ഇല്ലാത്തതാണ്. അത് അല്ല അത് പണ്ട് നമുക്ക് പറയാം. പക്ഷേ അതിനൊരു വാക്കുപോലും എന്താണ്, നിങ്ങളുടെ ഭാഷ തന്നെയും ഇക്വാലിറ്റി അംഗീകരിക്കുന്ന ഭാഷയല്ല. കേരളത്തിൽ അത് പണ്ടേ ഉള്ളതാണ്. ഇപ്പോൾ പിന്നെ രാജാവിന് എല്ലാത്തിനും വേറെ വേറെ വാക്കാണ്. രാജാവ് ആഹാരം കഴിക്കുകയില്ല, രാജാവ് അമൃതത്ത് കഴിക്കുക. അത് പിന്നെ തീപ്പെട്ടു മരിക്കുന്നത്, രാജാവ് മരിക്കുകയില്ല. നാല് നീങ്ങി. കേരളത്തിൽ തിരുവാങ്കൂരിൽ നാല് നീങ്ങി. അപ്പോൾ മലയാള ഭാഷ ഒരു ഫ്യൂഡൽ ഭാഷയായിരുന്നു. അതിൻ്റെ ആ ഫ്യൂഡൽ എലിമെൻറ്റ്സൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഇത് പറഞ്ഞു വരട്ടെ, ഈ പിന്നെ ജാതീയ ഇത് മതത്തിൻ്റെ ഇതിനകത്തും ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട്. അത് മതത്തിൻ്റെ അകത്ത് ഇരുന്നതല്ല, അത് നമ്മൾ പുറത്തുനിന്ന് ഉണ്ടാക്കുന്നതാണ്. ഒരു മേൽ കീഴ് കൺസെപ്റ്റ് അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ മതം അത് വലിയ മതം, നല്ല മതം, മറ്റവൻ്റെ മതം അത് മോശം എന്നുള്ള അത് പറഞ്ഞു നടക്കുന്നതല്ലേ. അതിന് വേണ്ടി പ്രത്യേക വാക്കുകൾ ഉണ്ടാക്കിയിട്ടില്ലേ. എൻ്റെ മതത്തിലല്ലാത്ത വലിയ കളക്റ്റീവായിട്ട് റെഫർ ചെയ്യാനായിട്ട് വാക്കുകളുണ്ട് ചില വാക്കുകൾ. പിന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിനകത്തും മിന്നുന്നുണ്ട്. എൻ്റെ പാർട്ടിയും നിൻ്റെ പാർട്ടിയും അത് രണ്ട് തരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കുന്നതിന് പകരം അതിനെ ചുരുക്കുക. അതാണ് ഞാൻ ഇതിനെ സങ്കുചിതത്വങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മനസ്സുകളെ ചുരുക്കുക, നമ്മുടെ മനസ്സുകളെ വികസിപ്പിക്കുന്നതിന് ഞാൻ പകരം. ഇതൊന്നും മതത്തിൻ്റെയും ഒന്നും ഇഷ്ടമില്ല. മതങ്ങൾ പലതും ലിബറേറ്റിംഗ് ഫോഴ്സസ് ആയിട്ടാണ് വന്നത്. അല്ല, അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ സാറ് പറയുകയാണെങ്കിലേ, ഇപ്പോൾ RSS എന്തൊക്കെ പറഞ്ഞാലും ഒരു ഹിന്ദുത്വത്തിൻ്റെ ഒരു തീവ്ര ലൈനുള്ള ഇതാണ്. പുറത്ത് ജമാഅത്ത് ഇസ്ലാമി അവർ തമ്മിൽ ഇപ്പോൾ ചർച്ച നടന്നത് വലിയ വാർത്തയാണെങ്കിൽ അപ്പോൾ അത് ഒരു തരത്തിൽ അങ്ങനെ ഒരു ഡയലോഗ് നടക്കുന്നതിന് ഒരു തരത്തിൽ അതിനൊരു പോസിറ്റിവിറ്റി ഇല്ലേ? തീവ്രവാദ തലത്തിൽ നിൽക്കുന്ന സംഘടനകൾ ഇതിനകത്ത് ജമാഅത്തെ ഇസ്ലാമി അതിനെക്കുറിച്ചുള്ള ആക്ഷേപം എന്താണ്? അതിൻ്റെ സ്ഥാപകൻ മുസ്ലിങ്ങളുള്ള രാജ്യത്തുണ്ടെങ്കിൽ അവരവരുടെ ഭരണത്തിന് വേണ്ടി ശ്രമിക്കണമെന്ന് പറയുന്നുണ്ട്. ഭരണത്തിൻ്റെ ഭാഗമാകണം, അപ്പോൾ അവരുടെ ഭരണം ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നുള്ള ഒരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് അവർ ഇത് ചെയ്യുന്നതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഭൂരിപക്ഷ സമുദായവുമായിട്ട് അടുത്ത് ഇത് ചെയ്യുക, അതൊരു ഒത്തുതീർപ്പിൻ്റെ ശ്രമമാണ്. അത് ഉണ്ടാവും, അതിന് കുഴപ്പമില്ല. പിന്നെ ഇതിനകത്ത് ഉള്ള ഇത് RSSൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇതിന് നമ്മൾ ഇപ്പോഴത്തെ ഇത് മാത്രമല്ല കാണുന്നത്. 1947 കഴിഞ്ഞ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കാനായിട്ട് ഭരണഘടന അസംബ്ലി ഉണ്ടാക്കുമ്പോൾ RSS മുഖപത്രം എഴുതിയതെന്താണ്? മനുസ്മൃതി ഉള്ളപ്പോൾ എന്തിനാണൊരു ഭരണഘടന? അപ്പോൾ അവരുടെ ഭരണഘടനയെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് പറയുന്നത് മനുസ്മൃതിയാണ്. എന്താണ് ആ മനുസ്മൃതി പറയുന്നത്? ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സംവിധാനമാണ്. അത് ഉണ്ടായത് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് പഠിച്ച് എഴുതിയതൊരാൾ KS ജയ്സ്വാൾ എന്നൊരാൾ. അദ്ദേഹം പിന്നെ സംസ്കൃതത്തിൽ പണ്ഡിതനായിരുന്നു, നിയമത്തിൽ പണ്ഡിതനായിരുന്നു. അദ്ദേഹം 100 കൊല്ലം മുമ്പ്, 100 കൊല്ലത്തിൽ കൂടുതലായി, 1915 മറ്റോ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ ഒരു ടാഗോർ ലെക്ചർ നടത്തി. ടാഗോർ ലെക്ചർ എന്ന് പറയുന്നത് അത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പേരല്ല. 1917 രവീന്ദ്രനാഥ് ടാഗോർ അത്ര വളരെ അറിയപ്പെടുന്ന കവിയല്ല. പിന്നെ 1900 അതിനുശേഷം 13 നോബൽ പ്രൈസ് കിട്ടിയത് ഡൽഹിയിൽ അദ്ദേഹമായിട്ട്. ആ പ്രൈസ് ദ്വാരകനാഥ്
ടാഗോറിൻ്റെ പേരിലാണ് അത് ടാഗോറിൻ്റെ ഒരു അയൽസ്ഥാനം ജവഹർലാൽ ടാഗോർ ബ്രിട്ടീഷുകാരോടൊപ്പം പ്രവർത്തിച്ച ഒരാളാണ്. ബ്രിട്ടീഷുകാരുടെ ദുവാശിയായിട്ട് പ്രവർത്തിച്ച ആളാണ്. ഒരുപാട് കാശുണ്ടാക്കി. അതാണ് ടാഗോർ കുടുംബം വലിയ സമ്പന്നനാകുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു എൻഡോമെൻ്റ് കൊടുത്തിട്ടാണ് കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ ഒരു ലെക്ചർ സീരീസ് അതൊരു കൊല്ലം ഇദ്ദേഹം നടത്തി. അതിനകത്ത് മനുവും യാജ്ഞവൽക്യനും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് ഇദ്ദേഹം നടത്തിയത്. അപ്പോൾ മനുവിൻ്റെ ഇതുണ്ടായ കാര്യം അങ്ങനെ പറയുന്നത്, അല്ലെ യശോദ പറയുന്നത്, ഈ BC 2 നൂറ്റാണ്ടിൽ മൗര്യ സാമ്രാജ്യമാണ്. അവസാനത്തെ മൗര്യ രാജാവ് ചക്രവർത്തി അദ്ദേഹത്തെ കൊന്ന് അധികാരം പിടിച്ചെടുത്തു ഒരു സൈന്യാധിപൻ. ആ സൈന്യാധിപൻ ബ്രാഹ്മണനാണ്. പുഷ്യമുത്ര ശുംഗൻ ഡൈനാസ്റ്റി എടുത്തത് അത് ബ്രാഹ്മണ ഡൈനാസ്റ്റിയാണ്. ആ ബ്രാഹ്മണ ഡൈനാസ്റ്റി ചെയ്ത പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൗര്യകാലത്ത് ബുദ്ധസ്വാധീനത്തിലുണ്ടായ താരതമ്യേന ഇതായിട്ടുള്ള ക്വാളിറ്റിയോടൊന്നും പറയാൻ പറ്റില്ലായിരിക്കും, പക്ഷെ താരതമ്യേന നീതിപൂർവമായ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിനെ തകർത്തിട്ട് ബ്രാഹ്മണന് മേൽക്കൈയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. അതിനെ എഴുതിയതാണ് ഈ മനുസ്മൃതി. അതിപ്പോൾ പറയുന്നത് മനു എന്നൊരാളുടെ എഴുതിയതാണ്. ആ മനു ആരാണെന്ന് ചോദിച്ചാൽ പല കഥകളുണ്ട്. ഒന്ന് ബ്രഹ്മാവിൻ്റെ മകനാണ്, മറ്റൊന്ന് മനു വാസ് സ്വയംഭൂ, തന്നെത്താൻ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഓരോ യുഗത്തിലും നമ്മൾ ഇപ്പോൾ കലിയുഗമാണല്ലോ, അതേപോലെ മുമ്പ് ത്രേതായുഗം മറ്റേ യുഗം എന്നൊക്കെ പറഞ്ഞു വരും. ഓരോ യുഗത്തിലും ആ യുഗത്തിലാവശ്യമായ നിയമമുണ്ടാക്കാൻ ഒരു ഇയാളുണ്ടാവും, മനുവുണ്ടാവും. അത് വലിയൊരു കൺസെപ്റ്റാണ്. അങ്ങനെയുള്ള പക്ഷെ അത് എഴുതിയതാരാണെന്ന് എവിടെയും പറയില്ല. അത് KS ജയസ്വാൾ കണ്ടുപിടിച്ചു. KS ജയസ്വാൾ പറഞ്ഞു അത് എഴുതിയ ആളിൻ്റെ പേര് സുമതി ഭാർഗവ. ഈ ഭാർഗവ എന്ന് പറഞ്ഞാൽ ഭൃഗുവംശത്തിൽപ്പെട്ടതാണ്. ഭൃഗുവംശത്തിൽപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനിയാണ് പരശുരാമൻ. അതുകൊണ്ടാണല്ലോ കേരളം ഭാർഗവ ക്ഷേത്രം എന്ന് പറയുന്നത്. പരശുരാമൻ ഉണ്ടാക്കിയതായതുകൊണ്ട് ഭാർഗവ ക്ഷേത്രം. ആ ഭൃഗുവംശത്തിൽപ്പെട്ട സുമതി എന്നൊരാൾ. അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് ഈ വാവുകിയായിട്ടാണ് എല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പുസ്തകത്തിനകത്തെങ്കിൽ അതിൻ്റെ പേരിൽ എഴുതിയാൽ മതി. ന്യൂസ് BRP ഭാസ്കരയിലേക്ക് ആരാണ് എഴുതിയെന്ന് വരുന്നു. വാവുകിയായിട്ട് നമ്മൾ ഒരു കാര്യം ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്, അത് അതിനകത്ത് എഴുതി ചേർക്കും, കൃതിയിൽ തന്നെ എവിടെയെങ്കിലും കൊണ്ടുവരും. അപ്പോൾ അതിനകത്ത് ഓരോ ഇതിൻ്റെ അവസാനവും പറയുന്നുണ്ട്. ഇത് ഞാൻ സുമതി ഭാർഗവ എഴുതിയത്. അടുത്ത ചാപ്റ്ററിൻ്റെ അവസാനവും പറയും ഇത് ഞാൻ എഴുതിയത്. അപ്പോൾ ആദ്യത്തെ ഒരു 200 കൊല്ലക്കാലം ഇയാളുടെ പേരോടുകൂടിയാണിത് സർക്കുലേറ്റ് ചെയ്തത്. പിന്നീട് ഇയാളുടെ പേര് ഒഴിവാക്കിയിട്ട് ഇത് മനു എഴുതിയതാണെന്ന് വരുത്തി തീർത്തു. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ, മതത്തിൻ്റെ പിൻബലം ഈ പുതിയ നിയമവ്യവസ്ഥയ്ക്ക് കൊടുക്കാനായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത് ബുദ്ധമതത്തിൻ്റെ നല്ല അംശങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. പക്ഷേ ജയ്സ്വാൾ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ് ഒരു 300 കൊല്ലം കഴിഞ്ഞാൽ യാജ്ഞവൽക്യ എന്ന് പറയുന്ന ആൾ ഇതേമാതിരി ഒരു സ്മൃതി ഉണ്ടാക്കുന്നത്, ഒരു പുതിയ ചാർത്ത വ്യവസ്ഥ ഉണ്ടാക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിൽ ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാൽ മനുസ്മൃതിയെ വളരെ
ഹാർഷായിട്ടുള്ള വ്യവസ്ഥകളൊക്കെ മാറ്റിയിട്ട് പഴയ ബുദ്ധകാല ചട്ടത്തിലെ ചില നന്മകളൊക്കെ തിരിച്ചുകൊണ്ട് വരാൻ ശ്രമിച്ചു. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ആർക്കും, ഈ ബ്രാഹ്മണർക്ക് ആർക്കും യാജ്ഞവൽക്കരണം വേണ്ട. അവർക്ക് വേണ്ടത് മനുവാണ്. RSS പറഞ്ഞത് മനുസ്മൃതി മതി നമുക്ക്. നമ്മുടെ സുപ്രീം കോടതി, ഞാൻ ഈ സുപ്രീം കോടതിയുടെ വിധികളെല്ലാം ഇതിൽ കിട്ടും, ഇൻ്റർനെറ്റിൽ കിട്ടും. അവിടെ പോയി നമുക്ക് ഒരു വേർഡ് സെർച്ച് ചെയ്യാം. ഞാൻ ഒരിക്കലും വേർഡ് സെർച്ച് നടത്തി നോക്കി, ഒരു 10 കൊല്ലം മുമ്പ്, 12 കൊല്ലം മുമ്പ്. അത് മനുസ്മൃതി എത്ര വരുന്നു എന്ന് നോക്കി. 350 മേലെ, 360 സംതിങ് റെഫറൻസസ്. അത് അന്ന് ഉള്ളത്. അത് ഭരണഘടന വന്നിട്ട് ഒരു 60 വരികയാവുന്നത്. അപ്പോൾ ഓൺ ആൻ ആവറേജ് ശരാശരി ഒരു കൊല്ലത്തിൽ 6 ജഡ്ജ്മെൻറ്റിൽ മനുഷ്യൻ്റെ പേര് ഓർക്കുന്നവരുണ്ട് ജഡ്ജിമാർ. യാജ്ഞവൽക്കരെക്കുറിച്ച് ആരെങ്കിലും ഓർക്കുന്നവരെന്ന് ഞാൻ നോക്കി. 3 പേർ. ഈ 60 കൊല്ലക്കാലത്ത് 3 ജഡ്ജ്മെൻറ്റിലാണ് ഈ യാജ്ഞവൽക്കരെക്കുറിച്ച് ഓർക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ ഭരണഘടനയോട് എന്തെങ്കിലും അല്പം ഉണ്ടാക്കാൻ കഴിയുന്നത് യാജ്ഞവൽക്കരാണ്. പിന്നെ പെണ്ണുങ്ങളുമായിട്ടുള്ളത് ഓരോ ജാതിയിലും ഓരോ ഈ വർണ്ണ വ്യവസ്ഥയിലും പറ്റ ആളുകൾക്ക് അതിൻ്റെ താഴെയുള്ള ഏത് വലുതുമായിട്ടും ലൈംഗികബന്ധ വ്യവസ്ഥയിൽ ഏർപ്പെടാം. അപ്പോൾ ബ്രാഹ്മണന് എല്ലാവരെയും കൈകാര്യം ചെയ്യാം. ക്ഷത്രിയന് ബ്രാഹ്മണ സ്ത്രീ ഒഴിച്ച് ബാക്കി കൈകാര്യം ചെയ്യാം. വൈശ്യന് അതിൻ്റെതായത്. ഇങ്ങനെയുള്ള ഒരു ചട്ടവ്യവസ്ഥയാണ് ഐഡിയൽ ആയിട്ട് നമ്മുടെ ജഡ്ജിമാർ പോലും കാണുന്നത്. ഇതിനകത്ത് ലോൺലി എന്നൊക്കെ പറയുന്നത് ഞാൻ പറയുന്ന ഇത് നമ്മൾ മനുഷ്യർ പൊതുവെ ഒരു വളരെ കാര്യമായിട്ടുള്ളത് നമ്മുടെ മതങ്ങളുമൊക്കെ അത് റീഇൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. അതായത് മനുഷ്യനൊരു സ്പെഷ്യൽ ക്രീച്ചറാണ്. ദൈവത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ്. ദൈവത്തിൻ്റെ പ്രിയപുത്രർ മനുഷ്യരാണ്. ബാക്കി ക്രീച്ചേഴ്സൊക്കെ എല്ലാം മോശം. മനുഷ്യൻ അങ്ങനെ ഒരു ഇതിനകത്തുണ്ട്, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അപ്പം ഭൂമി എന്ന് പറയുന്നത്, എർത്ത് എന്ന് പറയുന്നത് സൗരവ്യൂഹത്തിൻ്റെ ഒത്ത നടുവിലാണ് എന്നൊക്കെയായിരുന്നു വിശ്വാസം. മനസ്സിലായില്ലേ ആദ്യകാലത്ത്. പിന്നീടാണ് കോപ്പർനിക്കസ് പറയുന്നത് ഇത് അവിടെ അല്ല, ഇത് ഇങ്ങനെയാണ്, സൂര്യന് ചുറ്റും കറക്കിയതാണ്, ഭൂമി നടക്കുന്നുമല്ല എന്നൊക്കെ ആ ഇത് വരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഓരോ അതായത് മനുഷ്യൻ്റെ മേന്മയെക്കുറിച്ച് മനുഷ്യൻ സങ്കല്പിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും നമ്മളാണ് പിടിക്കരുത്. അതുകൊണ്ട് ഇത് നമ്മൾ സർവൈവ് ചെയ്തു. ഈ പരിണാമത്തിൻ്റെ ഈ വലിയ പ്രക്രിയയിലൂടെ ബാക്കി എല്ലാവരെയും തോൽപ്പിച്ച് നമ്മൾ ഉയർന്നു. ആ ഉയർന്നത് നമ്മളുടെ മസ്തിഷ്കത്തിൻ്റെ ഇതിലാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഇതുണ്ട്. പിന്നെ 4 കാലിൽ നടക്കുന്ന ഒരു ജന്തു 2 കാലിൽ നടക്കാൻ പഠിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? 2 കൈയും ഫ്രീ ആയി. മനസ്സിലായി? മറ്റത് നടക്കാൻ പോവുകയാണ്. 4 കാലിൽ എന്ന് പറയുമ്പോഴത്തേക്ക് 4 ആംസും നടക്കാൻ വേണ്ടിയാണ്. ഇത് എഴുന്നേറ്റ് നിൽക്കുന്നപ്പോഴത്തേക്ക് ആ കുഴകൻ എഴുന്നേറ്റ് നിന്നും 2 കാലിൽ നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ 2 കൈകളും സ്വതന്ത്രമായി. ആ കൈകൾ അവൻ എന്തിനാണ് ഉപയോഗിച്ചത്? ആയുധങ്ങൾ എടുക്കാൻ. ഒന്ന് ഇതിന് ആദ്യം അതിപ്പോൾ ആഹാരം ഉണ്ടാക്കാൻ അത് പോയി. ഒരു മൃഗത്തെ കൊല്ലുന്ന ആഹാരം കഴിക്കാനൊക്കില്ലേ, അതിനെ കൊല്ലാൻ എളുപ്പമായി. ആയുധം കിട്ടി, ആയുധം കയ്യിലെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ അവിടെയാണ് ഒരു സുപ്പീരിയോറിറ്റി മനുഷ്യന് വരാൻ തുടങ്ങുന്നത്.
ഇപ്പോൾ എന്നെ വളരെയധികം സ്വാധീനിച്ച ഇമ്പ്രസ് ചെയ്ത ഒരു കവിതയുണ്ട്. ഒരു പാഠപുസ്തകത്തിലുണ്ടായിരുന്നതാണ്. അത് എഴുതിയത് ഒരു അറ്റീസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. I thank whatever gods may be for my unconquerable soul. Under the bludgeonings of chance, my head is bloody but unbowed. I am the captain of my soul. I am the master of my fate. അപ്പം ഞാൻ എന്നെ നിയന്ത്രിക്കാൻ ആരുമില്ല എന്നുള്ള നിലയിൽ അത് ദൈവം ഇല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതാണ് സ്വാഭാവികമായിട്ടുള്ള ഇതാണ്. എനിക്ക് ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് മൈ സോൾ, ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ഫെയ്ത്ത് എന്നുള്ളതൊക്കെ വളരെ ഇതായിട്ട് തോന്നിയ ഒരു കാലത്ത്, വിദ്യാർത്ഥിയായിരുന്ന കാലത്ത്, ഇത് പഠിക്കുന്ന കാലത്ത്. പിന്നീട് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്കാണ് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് സ്വാധീനിക്കുവാൻ കഴിയുന്നത്, നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നത് ഒരു വലിയ ചെറിയ കഴിവുകൾ. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും നമ്മുടെ കൈകളിലല്ല. അതിനോട് പ്രതികരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ. നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഈ ഞാൻ അത്യുന്നതത്തിലാണ് എന്നുള്ളത്, ഇത് പറയുന്ന മാതിരി ഞാൻ അഹങ്കരിച്ച രാജാക്കന്മാരെ വഴിയെ എന്നൊക്കെ ചോദിക്കുന്നവർ ബുദ്ധ നിലപാടാണ്. ബുദ്ധൻ ഇത് ഉണ്ടായാലെന്തോ ഇല്ലെങ്കിലെന്തോ എന്നുള്ളതാണ് ബുദ്ധൻ. അതായത് അതല്ല പ്രശ്നം, ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. എന്തുകൊണ്ടാണ് ഭൂമിയിൽ ഇത്രമാത്രം അനീതി നടക്കുന്നത്, എന്തുകൊണ്ടാണ് ഭൂമിയിൽ ഇത്രമാത്രം ദാരിദ്ര്യം ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഭൂമിയിൽ ഇത്രമാത്രം കഷ്ടപ്പാടുകളുണ്ടാകുന്നത്, അതാണ് പ്രശ്നം. അത് പരിഹരിക്കാനാണ് ബുദ്ധൻ ശ്രമിച്ചത്. അപ്പം അതിനകത്ത് ഈ ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നോ അദ്ദേഹം പറയുന്നില്ല. അതിനെക്കുറിച്ച് ഈയിടെ വായിച്ച വേറൊരു കഥ. ബുദ്ധൻ്റെ അടുത്തൊരു ആളുടെ ദിവസം വന്നിട്ട് ചോദിച്ചു, ദൈവമുണ്ടോ എന്ന് ചോദിച്ചു. ബുദ്ധൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അതേ ദിവസം വൈകിട്ട് വേറൊരാൾ വന്ന് ചോദിച്ചു, ദൈവമുണ്ടോ? പറഞ്ഞില്ല. അപ്പോൾ ആനന്ദൻ, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ, പ്രധാന ശിഷ്യൻ, ചോദിച്ചു, ഗുരു എന്താണ് ഇങ്ങനെ പറഞ്ഞത്? കാലത്ത് വന്ന് ചോദിച്ചാൽ ദൈവം ഉണ്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ ഒന്ന് ചോദിച്ചാൽ ദൈവം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഈ കാലത്ത് വന്ന് ചോദിച്ച ആൾ ഒരു ദൈവവിശ്വാസിയാണ്. അയാൾ നിരാശപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് ഞാൻ വൈകിട്ട് ഇപ്പോൾ ഒന്ന് പോയ ആൾ അയാൾ മറ്റേ നിരീശ്വരവാദിയാണ്. അയാളെ ഞാൻ നിരാശപ്പെടുത്തിയില്ല. പക്ഷേ ബുദ്ധൻ്റെ അപ്രോച്ച് ഇതായിരുന്നു. അതല്ല ഇഷ്യൂ, ദൈവം ഉണ്ടായാലെന്ത് ഇല്ലെങ്കിലെന്ത്, അതിനെക്കുറിച്ചല്ല അതല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം എന്തുകൊണ്ടാണ് ലോകത്തേക്ക് അനീതി. പക്ഷേ അതിനെക്കുറിച്ച് ഡിസൈർ ഈസ് ദ റൂട്ട് കോസ് ഓഫ് കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റിനകത്ത് മനുഷ്യൻ ഏർലി മതങ്ങളുടെ ഇതിനകത്ത് നോക്കിയിരുന്നാൽ ദൈവം ഒരു വലിയ മനുഷ്യൻ എന്ത് ആയിട്ടാണ്, മനുഷ്യരെക്കാളൊക്കെ പവർഫുള്ളായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലാണ് വരുന്നത്. പക്ഷേ പിന്നെ ദൈവം മനുഷ്യന്മാരെയല്ല പെരുമാറുന്നത് എന്നുള്ള എൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞില്ല. ഈ നമ്മൾ വിചാരിക്കുന്ന മാതിരിയുള്ള ഒരു അപൂർവ ജീവിയും എന്നൊക്കെ അല്ല എന്നുള്ള ബോധം ഉണ്ടാവുന്ന കാലത്ത് ലോകത്ത് നടക്കുന്നതിനകത്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ വളരെ പരിമിതമാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം പിന്നെ എല്ലാത്തിനെയും അഭിമുഖീകരിക്കാൻ നമുക്ക് എളുപ്പമാണ്. മനസ്സിലായില്ലേ? നിർമ്മത എന്ന് പറയുന്നതല്ല, ഓരോ സമയത്തും എൻ്റെ ഒരു എൻ്റെ മനസ്സ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിരുന്നാൽ ഈ സാഹചര്യത്തിൽ എന്താണ്
അഭികാമ്യം എന്നുള്ളതാണ്. അതിന് ഞാൻ എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത്, പിന്നെ ഇതിനകത്ത് എനിക്ക് ദോഷകരമാകുമോ ഗുണകരമാകുമോ, എൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക്, എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് അവർക്ക് ഗുണകരമാകുമോ ദോഷകരമാകുമോ, ഇങ്ങനെ നോക്കും. അപ്പോൾ ഏറ്റവും കുറച്ച് ദോഷം ആളുകൾക്കുണ്ടാക്കുന്നത് ഏതാണോ ആ നിലപാടിലേക്ക് ഞാൻ നീങ്ങും. അതാണ് എൻ്റെ ഒരു പൊതുവെയുള്ള ഒരു. ഞാൻ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളിലൊക്കെ പിന്നെ തീരുമാനമെടുക്കുന്നത് ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. എൻ്റെ ഒരു വലിയ കുടുംബമാണ്. ഞാൻ ഒരു 14 പേരാണ് എൻ്റെ താഴെയുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ ജോലിയായി ഡൽഹിയിലൊക്കെ ഇരിക്കുന്ന കാലത്താണ്. അപ്പോഴത്തേക്ക് എൻ്റെ അനിയന്മാരും എല്ലാവരും പ്രായമാവുന്നു, ഞാനും കല്യാണം കഴിക്കുന്ന സ്റ്റേജൊക്കെ വരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ എല്ലാവരും 1ഉം 2ഉം വയസ്സിൻ്റെ 2 വയസ്സ് കൂടിയ വ്യത്യാസമില്ല. അപ്പോൾ എല്ലാവരുടെയും കല്യാണമൊക്കെ ഏതാണ്ട് ഒരേ സമയം നടക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാ കൊല്ലവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ 14 കല്യാണങ്ങൾക്ക് തുടർച്ചയായിട്ടൊക്കെ പോയി പോയി അതൊക്കെ പറ്റുമോ? ഡൽഹിയിൽ അന്ന് ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞാൽ 3 ദിവസം ട്രെയിനിലിരിക്കുക, 2 ദിവസം ട്രെയിനിൽ നിന്ന് മദ്രാസിൽ നിന്ന് ട്രെയിൻ മാറി കയറി തിരുവനന്തപുരത്തുനിന്ന്. ഈ ഡയറക്റ്റ് ട്രെയിനൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് എല്ലാ കല്യാണത്തിനും പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഏതിന് പോകും? അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്ത് പെൺകുട്ടികളുടെ കല്യാണത്തിന് പോകാം. അതിനകത്ത് എൻ്റെ നേരെ 2 സിസ്റ്റേഴ്സ് വന്നത്. പിന്നെ ഞങ്ങൾ സെക്കൻഡ് സിസ്റ്റർ, എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം കുഞ്ഞമ്മയാണ് കല്യാണം കഴിച്ചത്. അതിൽ 3 പെൺകുട്ടികളാണ്, 5 പേരാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു പെൺകുട്ടികളുടെ കല്യാണങ്ങൾക്ക് പോവുക, ആണുങ്ങളിൽ പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കല്യാണത്തിൽ ചെയ്യാത്തതുകൊണ്ട് ഒരു ഇനിയും പരിഭവിച്ചിട്ടില്ല. അവർക്കറിയാം ഞാൻ എന്താ ചെയ്യാത്തതെന്ന്. ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, അനിയത്തിമാരുടെ കല്യാണത്തിന് പോകുന്നുള്ളൂ, എല്ലാത്തിനും പോകാൻ പറ്റാത്തതും ആണുങ്ങളിൽ. തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുമ്പോൾ അതൊരു ആളുകളോട് അനീതി കാട്ടുന്നില്ല എന്ന് വരുമ്പോൾ അത് സ്വീകരിക്കുവാണ്. അതാണ് അതിൻ്റെ ഒരു. അപ്പോൾ കഴിയുന്നതും ഇതേമാതിരി എന്തെങ്കിലും ഒരു താത്വികമായ അടിത്തറയിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതാണ്. ഇതിലിപ്പോൾ പല ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമുക്കറിയില്ല. അതിലൊന്നായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. മരിക്കും, ജനിച്ചാൽ മരണം ഒന്നും ഉറപ്പാണ്. അത് എപ്പോഴും എങ്ങനെ എന്നുള്ളതാണ് നമുക്കറിയാൻ വയ്യാത്തത്. അപ്പോൾ അത് നേരത്തെ അറിയാമെങ്കിൽ അത് ബോധമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം ഒരു നല്ല കാര്യവുമാണ്. പക്ഷേ അത് വരുമ്പോഴത്തേക്ക് ഇത് വരും എന്നുള്ള ഒരു ബോധമുള്ളപ്പോൾ നമുക്ക് അതിനെ കുറയ്ക്കുന്ന ഒരു സമചിത്തതയോടുകൂടി നേരിടാൻ കഴിയും. അത്രയേ ഉള്ളൂ. സങ്കടം ഇല്ല എന്നൊന്നുമല്ല എൻ്റെ അർത്ഥം. പക്ഷേ ഇതൊരു ഒരു സാങ്കല്പിക രംഗമുണ്ട്. ഐൻസ്റ്റൈൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ 1ാം ജന്മദിനത്തിലേക്ക് അമേരിക്കയിലെ ഒരു ശാസ്ത്രീയ റിവ്യൂ എന്നൊരു നല്ല മാസികയുണ്ടായിരുന്ന കാലത്ത് അതിൻ്റെ പത്രാധിപര് 2 ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു ഐൻസ്റ്റൈനെക്കുറിച്ച്. ഒന്ന്, അന്നത്തെ ഇന്ത്യൻ അംബാസഡർ, അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡർ GL മേത്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അംബാസഡറായിട്ട് അയക്കുമ്പോൾ നെഹ്റു അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു, യു മസ്റ്റ് ഗോ ആൻഡ് മീറ്റ് ഐൻസ്റ്റൈൻ, എന്നിട്ട് ഐൻസ്റ്റൈനുമായിട്ട് ബന്ധം സ്ഥാപിക്കണം. അപ്പോൾ ഇയാൾ പോയി അങ്ങനെ കഴിഞ്ഞു. ആ കഥയാണ് GL മേത്ത എഴുതുന്നത്. മറ്റത് അപ്റ്റൺ സിംഗ്ലർ എന്നൊരു അമേരിക്കൻ എഴുത്തുകാരനായിരുന്നു, നോവലിസ്റ്റ്.
ഇദ്ദേഹം വന്ന് അമേരിക്കയിൽ വന്ന് ആദ്യം താമസിച്ചത് ലോസ് ഏഞ്ചലസിൽ വരികയാണ്, കാലിഫോർണിയ സ്റ്റേറ്റിൽ വരികയാണ്. അന്ന് അവിടെ ഒരു വലിയ തൊഴിലാളി സമരം നടക്കുന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് എന്തോ അഭിപ്രായം പറയാൻ തോന്നി. അപ്പോൾ അദ്ദേഹം പിന്നെ ഇങ്ങനെ അബ്ദുൽ സിംഗിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അബ്ദുൽ സിംഗ് പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ പിന്നെ UPI ന്യൂസ് ഏജൻസിയുടെ ആളിനെ അറിയാം, ഞാൻ അതിനകത്ത് പറയാറുണ്ട്. അപ്പോൾ അബ്ദുൽ സിംഗ് UPI ബ്യൂറോ ചീഫിനെ വിളിച്ച് പറഞ്ഞു ലോസ് ഏഞ്ചലസിൽ. അപ്പോൾ പിന്നെ അയാൾ വിചാരിച്ച് ആളിനെ അയക്കും, ഇദ്ദേഹത്തെ കാണാനായിട്ട്. അയാൾ അയച്ചില്ല. പിന്നെ വീണ്ടും അബ്ദുൽ സിംഗ് കഴിഞ്ഞ കണ്ടപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഇത് ആരും വന്നില്ലല്ലോ. അപ്പോൾ ഇയാൾക്ക് വളരെ ഇത് വന്നു, ഞാൻ പറഞ്ഞ സമയം കേട്ടില്ലല്ലോ. അപ്പോൾ അബ്ദുൽ സിംഗിന് UPI ഒരു വലിയ ആളിനെ അറിയാം, ഹെഡ് ക്വാർട്ടേഴ്സിൽ വൈസ് പ്രസിഡൻറ്റിനെ അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് കത്ത് എഴുതി, ഞാൻ അബ്ദുൽ സിംഗ് Einstein wanted to say something about the Los Angeles strike. I told your correspondent, but he didn't send anyone. അന്ന് ഈ വൈസ് പ്രസിഡൻറ്റ് ഓഫ് ദി കമ്പനി സെൻഡ് എ മെസ്സേജ് ടു ദിസ് മാൻ, whatever Professor Einstein chooses to say is news. ഐൻസ്റ്റൈൻ എന്തെങ്കിലും പറയാനിരിക്കുന്നെങ്കിൽ അത് വാർത്തയാവരുത് എന്നായിരുന്നു. അതാണ് അബ്ദുൽ സിംഗ് പറഞ്ഞ ഒരു കഥ. എന്നിട്ട് ആ ലേഖനം അബ്ദുൽ സിംഗ് അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ്, ഹി ഇമാജിൻസ് അങ്ങേര് മരിച്ചു കഴിഞ്ഞിട്ട് അടുത്തൊരു ലോകത്തിൽ വെച്ച് ഐൻസ്റ്റൈനെ കാണുകയാണ്. അപ്പോൾ ഐൻസ്റ്റൈൻ ഇദ്ദേഹത്തിന് അബ്ദുൽ meet my friend Nicholas Copernicus. അവിടെ ചെല്ലുമ്പോൾ ഐൻസ്റ്റൈൻ്റെ ഫ്രണ്ടാണ് ഇപ്പോൾ കോപ്പർനിക്കസ്. ഐൻസ്റ്റൈനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള സീൻ. അതൊരു നല്ല ഒരു സീനായിട്ട് എനിക്ക് തോന്നി. മറ്റു ചെല്ലുന്ന വരുന്നു. അപ്പോൾ അവിടെ വെച്ച് വീണ്ടും ബന്ധം സ്ഥാപിക്കുന്നു. അപ്പോൾ ഐൻസ്റ്റൈൻ പറയുകയാണ്, മൈ ഫ്രണ്ട് കോപ്പർനിക്കസ്. ഇതൊക്കെ തമാശ കൊള്ളാം, രസിക്കാനും കൊള്ളാം. പക്ഷേ ഇതൊക്കെ പക്ഷേ നമ്മളിപ്പോൾ ജനറലായിട്ട് ഇതൊക്കെ പറയുമ്പോഴും നമ്മളെ പേഴ്സണലി ബാധിക്കുമ്പോഴേ അല്ല ഇതിനകത്ത് ഈ സെൻറ്റിമെൻറ്റിൻ്റെ ഇത് പാർട്ട് എൻ്റെ ഇതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കഴിഞ്ഞ വിവാഹ വാർഷികം എന്ന് പറയുന്നത് 61ാമത്തെ വിവാഹ വാർഷികമായിരുന്നു. അപ്പോൾ ഒരു നീണ്ട കാലത്തെ ഒന്നിച്ചുള്ള ജീവിതമാണ്. 61 വർഷം. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് 29 മറ്റാണ്. അപ്പോൾ അതിലെ ഒരു 2/3 വാസ് ലിവിങ് വിത്ത് ഹർ. അതെ, ലിവിങ് ടുഗദർ. അപ്പോൾ ഒരു ലോങ് പീരിയഡ് ഓഫ് ടുഗദർനെസ് ഉണ്ട്. പിന്നെ അതിനകത്ത് അന്യോന്യം ഇതിനകത്ത് പലതും പിന്നെ പല കാര്യങ്ങളിലുമൊക്കെ വളരെ നിർണായകമായ പല തീരുമാനങ്ങളും എടുത്തിട്ടുള്ള ഭാര്യ. പിന്നെ എൻ്റെ ഇതിനകത്ത് ജോലിയെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളും അതും ഇതൊക്കെ നേരിട്ടിട്ടുള്ളതാണ്. അതൊന്നും ഞാൻ ഭാര്യയോട് പറയാതെ കാരണം അതുകൊണ്ട് എനിക്കുണ്ടാകുന്ന റീസോ അതോ ഇതോ ഒന്നും ട്രാൻസ്മെൻറ്റ് ചെയ്യരുത്. അതെൻ്റെ ഇതായിട്ട് എനിക്കില്ല. അതൊന്നും വീട്ടിനകത്തോട്ട് ഞാൻ കേട്ടില്ല. അങ്ങനെ